ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ജിസ്ന ഫ്രാൻസിസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു വെഡിങ് റിലേറ്റഡ് വീഡിയോ ആണ്. വെഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 3 വീഡിയോസ് നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതൊന്ന് പോയി കണ്ടു നോക്കുക. ഇപ്പൊ വെഡിങ് സീസൺ ഒക്കെ ആണല്ലോ, അപ്പം അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും അത്. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണെന്നും പറയാം. പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് എന്റെ വെഡിങ് ഡ്രസ്സ്, അതായത് ഞാൻ സാരീസ് ഓൾറെഡി കാണിച്ചു. അപ്പോൾ സാരീന്റെ എൻഗേജ്മെന്റ് സാരീന്റെ ബ്ലൗസ് കസ്റ്റമൈസ് ചെയ്തൊരു ബ്ലൗസ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് കാണിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാൻ വെഡിങ്ങിന്റെ തലേദിവസം ഇട്ടിട്ടുണ്ടായിരുന്നത്, അതായത് എൻഗേജ്മെന്റിന്റെ തലേദിവസം ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു ലെഹങ്ക ഉണ്ട്, അതിന്റെ ഒരു ഡീറ്റെയിൽസും അതുപോലെ തന്നെ ബ്രൈഡ് മെയ്ഡ്സിന്റെ ഡ്രസ്സ്, അതിനെ പറ്റിയും കൂടിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഈ 3 കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്റെ സിസ്റ്റർ ആണ് കേട്ടോ. സിസ്റ്ററിന്റെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ ലിങ്ക് ഒക്കെ ഇടാം കേട്ടോ. ആക്ച്വലി നമ്മൾ പേജ് ആയിട്ട് തുടങ്ങിയിട്ടില്ല, അടുത്തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ ഫൈനൽ ഇയർ ഫാഷൻ ഡിസൈനിങ് സ്റ്റുഡന്റ് ആണ്, ഇപ്പൊ അത് കഴിയാൻ പോകുന്നു. നമ്മൾ അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഏതായാലും ഞാൻ ഈ 3 ഡ്രസ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. സിമ്പിൾ ആയിട്ട് ചെയ്തതാണ്. എൻഗേജ്മെന്റ് ബ്ലൗസ് എന്ന് പറയുന്നത് ഞങ്ങൾ കുറച്ച് ഹെവി വർക്ക് ഒക്കെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ എങ്കിൽ അപ്പോൾ കൊറോണ ഒക്കെ കാരണം ആവശ്യമുള്ള മെറ്റീരിയൽസ് ഒന്നും കിട്ടാത്തത് കൊണ്ട് നമുക്ക് അത് സിമ്പിൾ ആയിട്ട് ഒതുക്കണ്ടാവും. അതായത് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ വർക്കാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് എൻഗേജ്മെന്റിന്റെ ബ്ലൗസ് തന്നെ നോക്കാം. ഇതാണ് എൻഗേജ്മെന്റിന്റെ ബ്ലൗസ്. ഇത് ചെയ്തേക്കുന്നത് സാരീന്റെ ബ്ലൗസ് മെറ്റീരിയൽ ഉണ്ടാവുമല്ലോ, സാരീന്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്ന ആ ഒരു ബ്ലൗസ് മെറ്റീരിയൽ നമ്മൾ ഈ ഒരു പോർഷന് താഴേക്ക് വെച്ചു. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ആ ബ്ലൗസ് മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സാധാ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവിടെ സ്കിൻ കളർ ആയിട്ടുള്ള നെറ്റ് വെട്ടിയെടുത്തേക്കുന്നത്. എന്നിട്ട് ഈ വർക്ക് ചെയ്തേക്കുന്നതാണ് എല്ലാവരും ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ചെയ്തേക്കുന്ന വർക്ക് നമ്മൾ ആക്ച്വലി ബീഡ്സ് ഒക്കെ വെച്ച് കുറച്ച് ഹെവി ആക്കാന്നായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെങ്കിൽ അത് പറ്റിയ മെറ്റീരിയൽസ് ഒന്നും നമുക്ക് കിട്ടാത്തത് കൊണ്ട് നമ്മളിത് എങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ, നമ്മൾ ഷോപ്പിൽ നിന്ന് ഒരു മുത്ത് വെച്ചിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, അപ്പം അതിങ്ങനെ വി ആയിട്ട് നമ്മളിങ്ങനെ കൊടുത്തേക്കാണ് ബ്ലൗസിൽ ഫുള്ള്. ആക്ച്വലി അപ്പൊ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തന്നെയാണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത്. ഇത് നമുക്ക് മീറ്റർ കണക്കിൽ ഷോപ്പിൽ നിന്ന് മുറിച്ച് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് പ്രത്യേകിച്ച് വർക്ക് ഒന്നും ചെയ്തിട്ടില്ല. ഇതിങ്ങനെ തന്നെ നമുക്ക് മീറ്റർ ആയിട്ട് ഷോപ്പിൽ നിന്ന് മുറിച്ച് വാങ്ങിക്കാം. അപ്പൊ ഇത് ഇത്രയും 1 മീറ്ററിന് 250 രൂപയായിരുന്നു. ഇതിന് ഏകദേശം ഒരു 4-5 മീറ്ററോളം യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെയൊക്കെ വർക്കുകൾ സാധാ ഷോപ്പിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പൊ നമ്മളിത് വാങ്ങിച്ചത് കണ്ണൂരിൽ പരാഗ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കസ്റ്റമൈസ് ആയിട്ട് ചെയ്യേണ്ട ഡ്രസ്സിനൊക്കെ പറ്റിയ കുറെ സാധനങ്ങളുണ്ട്, കുറെ വർക്ക്സ്, കുറെ അങ്ങനെ പേൾസ്, സ്റ്റോൺസ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് പരാഗില്. പരാഗിന്റെ ബ്രാഞ്ച് കുറെ സ്ഥലത്തുണ്ട്. നിങ്ങൾക്ക് അതൊന്ന് ഗൂഗിളിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. അവിടെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും. അപ്പം അങ്ങനെയാണ് ഈ ബ്ലൗസ് വരുന്നത്. ഒരു സിമ്പിൾ ബ്ലൗസ് ആണ്, ബാക്കിൽ ഓപ്പൺ വെച്ചിട്ട് എങ്ങനെ ചെയ്തെടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ വർക്ക് വന്നിട്ട് നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ വാങ്ങിച്ചിട്ടുള്ള ഒരു സിമ്പിൾ ബ്ലൗസ് ആണിത്. ഇനി അടുത്തത് കാണിക്കാൻ പോകുന്നത് എൻഗേജ്മെന്റിന്റെ തലേദിവസം ഞാൻ ഇട്ട ഒരു ഡ്രസ്സാണ്. സ്കേർട്ടും ടോപ്പും ആയിട്ടാണ് നമ്മൾ അത് ചെയ്തേക്കുന്നത്. അതിന്റെ ടോപ്പ് ഇതാണ്. പ്രിൻസസ് കട്ട് ചെയ്തിട്ടുള്ള ഒരു കഴുത്തൊക്കെ കയറിയിട്ടുള്ള ഒരു സിമ്പിൾ ടോപ്പാണിത്. ഇതിന്റെ വർക്ക് വരുന്നത് മെയിൻ ആയിട്ട് കയ്യിലാണ്. 2 സ്ലീവ്സിലും ആണ് ഇതിന്റെ കംപ്ലീറ്റ് വർക്ക് വരുന്നത്. നമ്മൾ തന്നെ ചെയ്തതാണ്. ഇതിനകത്ത് കുറച്ച് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, എന്റെ സിസ്റ്റർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ തന്നെ ചെയ്തെടുത്താണ് ഈ വർക്കും. അപ്പം ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഓർഗാൻസ മെറ്റീരിയൽ ആണ്. ഓർഗാൻസ മെറ്റീരിയൽ എത്ര 100 രൂപ, ഓൾമോസ്റ്റ് 100 രൂപ ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് അതിന്റെ സ്കേർട്ട് എന്ന് പറയുന്നത് കുറച്ച് ഇങ്ങനെ പറന്ന് നിൽക്കുന്ന ഒരു ടൈപ്പാണ്. ഇതിന്റെ ഇവിടെ ആയിട്ട് നമ്മൾ സ്കേർട്ടിന്റെ ഇവിടെ ആയിട്ട് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഈ വർക്ക് നമ്മൾ തന്നെ ചെയ്തെടുത്തതാണ്. കുറച്ച് പേൾസും അതുപോലെ തന്നെ കുറച്ച് ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ ചെയ്ത് വെച്ചേക്കുന്ന ഒരു വർക്കാണ്. പിന്നെ ഇത് ആദ്യത്തെ ലെയർ വന്നിട്ട് ഓർഗാൻസ മെറ്റീരിയൽ. അതിന്റെ അടിയിൽ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് ഈ സെയിം ആഷ് കളർ തന്നെയുള്ള ഒരു നെറ്റാണ്. നെറ്റിന്റെ ഒരു ഇതാണ് വന്നേക്കുന്നത്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഞൊറിഞ്ഞൊറിയായിട്ട് ഇങ്ങനെ ഇട്ടേക്കുന്നു. എന്നിട്ട്
പിന്നെ ഒരു പ്ലെയിൻ ലൈനിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് ഇങ്ങനെ പറന്ന് നിൽക്കാൻ വേണ്ടി നമ്മളിവിടെ സ്റ്റിഫ് നെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ ഞോറിയായിട്ട് കിടക്കുമ്പോൾ നമ്മുടെ ഈ സ്കേർട്ട് നല്ല വിരിഞ്ഞ് നിൽക്കും, നല്ല ഭംഗിയായിട്ട് നിൽക്കും. അപ്പം അങ്ങനെയാണ് ഇത് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത്. ഇതിങ്ങനെ നോക്കുമ്പോൾ കാണാം ഈ നെറ്റ് ഇതിന്റെ ഉള്ളിൽ ഓർഗാൻസ മെറ്റീരിയൽ ഇങ്ങനെ മേളിൽ കിടക്കുന്നു. അപ്പൊ അതിന്റെ ഉള്ളിൽ കൊടുത്തേക്കുന്ന നെറ്റ് ഇങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആയിട്ട് ചെറിയ ഞൊറികളായിട്ട് ഇങ്ങനെ ഇടുമ്പോൾ അതിന്റെ തൊട്ട് താഴെയായിട്ട് കിടക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയിൽ കിടക്കും. പിന്നെ അതിങ്ങനെ നന്നായിട്ട് കുറച്ചുകൂടി ഭംഗിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടിയിൽ ഇങ്ങനെ സ്റ്റിഫ് നെറ്റ് വെച്ച് കൊടുക്കുന്നത്, നല്ല വിടർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ വീഡിയോയിൽ അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് ബ്രൈഡ് മെയ്ഡ്സിന്റെ ഡ്രസ്സാണ്. അതെന്ന് പറയുന്നത് ഒരു ഗോൾഡൻ കളറിൽ, ഞാൻ സിൽവർ സാരി ആയിരുന്നല്ലോ ഇട്ടിരുന്നത്, അപ്പൊ ഇതൊരു ഗോൾഡൻ ടച്ച് ഉള്ള ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു ലോങ് ഗൗൺ ആണ്. ഇത് നമ്മൾ തന്നെയാണ് കേട്ടോ ചെയ്തെടുത്തത്. അപ്പം ഇതെന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയൊരു ഇതൊരു നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ്. നോർമൽ ഷിഫോൺ മെറ്റീരിയൽ അല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ്. ഇങ്ങനെ ഒരു ഷൈനിങ് ഫീൽ ചെയ്യുന്ന ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ്, നല്ലൊരു മെറ്റീരിയൽ ആണ് ഇത്. ഇതിന്റെ റേറ്റ് എത്രയായിരുന്നു? മീറ്ററിന് 250 ആയിരുന്നു കേട്ടോ. അപ്പൊ അത് വെച്ചിട്ട് ഇങ്ങനെ ഒരു ലോങ് ഗൗൺ ആയിട്ടാണ് തയ്ച്ചേക്കുന്നത്. സൈഡില് സ്ലീവ്സ് ആയിട്ട് ഇത് നെറ്റ് വെച്ചേക്കുന്നു. എന്നിട്ട് ഫുൾ അതിനകത്ത് സ്റ്റോൺസ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തേക്കാണ്. അപ്പൊ ഈ സ്റ്റോൺസ് നമ്മൾ വാങ്ങിച്ചത് പരാഗിൽ നിന്നാണ്. ഇങ്ങനെ കസ്റ്റമൈസ് ആയിട്ട് ഔട്ട്ഫിറ്റ് ചെയ്യുന്നവർക്ക് എന്തായാലും നോക്കാൻ പറ്റുന്ന ഒരു ഷോപ്പാണ് പരാഗ്. അവിടെയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ ആവശ്യമായിട്ടുള്ള മിക്ക കാര്യങ്ങളും കിട്ടും. ഇപ്പൊ കൊച്ചിയിലൊക്കെ ഒത്തിരി ഷോപ്സ് ഉണ്ടാവും, പക്ഷെ കണ്ണൂര് ഞാൻ അധികം അങ്ങനത്തെ ഷോപ്സ് കണ്ടിട്ടില്ല. ഈ പരാഗ് എന്ന് പറഞ്ഞ ഷോപ്പ് കണ്ണൂരുണ്ട്, അതുപോലെ തന്നെ ഇരിട്ടി, പിന്നെ എവിടെയാ കൂത്തുപറമ്പ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ പരാഗിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എന്താ കസ്റ്റമൈസ്ഡ് ഡ്രസ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറെ ഇങ്ങനത്തെ സ്റ്റോൺസ്, പേൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഈ ഡ്രസ്സിന് നമ്മളിത് ഇവിടുന്ന് ഇങ്ങനെ നെറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ പ്ലീറ്റ്സ് ചെയ്ത് ഇങ്ങനെ നെറ്റ് വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വിടർത്തിയിട്ടേക്കും. ഇട്ടിട്ട് നിൽക്കുമ്പോൾ ഈ നെറ്റ് കുറച്ച് താഴെ ഇങ്ങനെ വലിഞ്ഞു കിടക്കും. അത് നല്ല ഭംഗിയാണ് കാണാൻ. അപ്പൊ ഇതിന്റെ പിക്സ് ഞാൻ ഷെയർ ചെയ്തുതരാം, അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ ഇതിന്റെ ഭംഗി മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മൾ ഈ സെന്ററിൽ കൊടുത്തേക്കുന്ന ഒരു ബെൽറ്റ്, ഈ ബെൽറ്റ് നമ്മൾ തന്നെ ചെയ്തെടുത്താണ്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മീറ്റർ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് നമ്മൾ തുന്നിയെടുക്കണ ഒത്തിരി ടൈം എടുക്കും. നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, പക്ഷെ എങ്കിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ടൈം എടുക്കും. എല്ലാം നമ്മളൊരു മന്തിനാണ് ചെയ്തെടുത്തത്, ഒരു മന്തേ നമുക്ക് കിട്ടിയുള്ളൂ. അന്നേരപ്പോ നമുക്കിത് എന്താ പറയാ ഇങ്ങനെ മീറ്റർ ആയിട്ട് വാങ്ങിക്കാൻ പറ്റിയത് ഏറ്റവും നല്ല കാര്യമായി, കാരണം അത്രയും വർക്ക് കുറഞ്ഞല്ലോ. അപ്പം ഇതിന് വന്നിട്ട് 120 ആ ഒരു റേറ്റിലാണ് മീറ്ററിന് ഈ ഒരു വർക്കിന്റെ ഒരു ലേസ് വരുന്നത്. അപ്പം നേരത്തെ നമ്മൾ എൻഗേജ്മെന്റ് ബ്ലൗസിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതൊരു 250 അങ്ങനെ പല റേഞ്ചിലുള്ളത് അവിടെ ഉണ്ട്. എന്നിട്ട് നമ്മൾ 2-3 സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ബെൽറ്റ് ആക്കി കൊടുത്തിരിക്കുന്നു. അപ്പം ഇത് നമ്മൾ ആദ്യം ചെയ്തെടുത്ത ഉടുപ്പാണ്. അപ്പൊ ഇത് ചെയ്ത സമയത്ത് നമുക്ക് ഉള്ളിൽ വെക്കാൻ വേണ്ടി ക്യാൻവാസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് നോക്കുമ്പോൾ കാണാം ഇത് ഇച്ചിരി ഇങ്ങനെ വളഞ്ഞൊക്കെ ഇരിക്കുന്നില്ല, സ്റ്റിഫായിട്ട് ഇരിക്കുന്നില്ല. അപ്പൊ ബാക്കി ചെയ്ത ഫ്രോക്കൊക്കെ നമ്മൾ ഇത് വെച്ചിട്ട് ചെയ്തെടുത്തു. ക്യാൻവാസ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വളഞ്ഞിരിക്കത്തില്ല. അപ്പൊ ഇവിടെ ഇതിന്റെ ഉള്ളിൽ ക്യാൻവാസ് പേപ്പർ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ നന്നായിട്ട് സ്റ്റിഫായിട്ട് നല്ല ഭംഗിയായിട്ട് പറ്റിയിരിക്കും. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.